മമ്മി, എന്താ മമ്മിയുടെ പ്ലാൻ? തോറ്റു കൊടുക്കാനാണെങ്കിൽ മമ്മി ഇനി ഓഫീസിലേക്ക് പോവാതിരിക്കുന്നതാ നല്ലത്. നന്ദിനി, ബോർഡ് മീറ്റിംഗിൽ എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് പ്രിപ്പയർ ചെയ്യണോ? സാറൊന്ന് പോയേ, എനിക്ക് വേറെ ഒരു കാര്യം ആലോചിക്കാനില്ലല്ലോ. സാർ ഓരോ സ്ഥലത്തേക്ക് കെട്ടിയൊരുക്കി കൊണ്ടുപോകും. ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ മറന്നോ? സാർ, ഞാനൊരു കാര്യം പറഞ്ഞ കേൾക്കൂ? കേൾക്കാം, പക്ഷേ അനുസരിക്കില്ല. എന്നെ ഞാൻ പറയുന്നില്ല. ആ, എന്തായാലും താൻ പറയാൻ വന്നതല്ലേ, പറയേ. സാർ, പത്മ മാഡത്തോട് സാർ എങ്ങനെ തർക്കിച്ചാലും ഈ കമ്പനി പത്മ മാഡത്തിന്റെ വിയർപ്പ് തന്നെയാണ്. മാത്രല്ല, പത്മ മാഡം കമ്പനിയിലൂടെ നടക്കുമ്പോ ആളുകളുടെ പെരുമാറ്റം, പേടി, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വേറൊരു പെണ്ണിനെ കൊണ്ടും അങ്ങനെ ആവാൻ പറ്റില്ല സാർ. എടോ, അതേ വലിയ വലിയ സ്ത്രീകളെ താൻ കാണാത്തോണ്ടാ. നന്ദിനി, ചെറിയ കമ്പനി നോക്കുന്നവരല്ല, ലോകം തന്നെ നിയന്ത്രിക്കുന്നവരുടെ കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്. രാഷ്ട്ര തലവന്മാരോട് വരെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നവരുണ്ട്. എന്തിന്? ലോക്സഭകള്, നിയമസഭകള്, അതിലൊക്കെ എത്രയോ സ്ത്രീകളുണ്ട്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ ഒരു വിരൽ ചൂണ്ടി അവിടെ നിർത്തുന്നവര്. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ സാർ? ഞാൻ നമ്മുടെ കുടുംബത്തിന്റെ കാര്യല്ലേ പറഞ്ഞേ. സാർ, സാർ ഒരു ഉപകാരം ചെയ്യൂ. പത്മ മാഡം ഇരിക്കുന്ന മീറ്റിംഗില് ഒരു കാരണവശാലും എന്നെ ഇരുത്തരുത്. മാഡത്തിന് തീരെ ഇഷ്ടാവില്ല. മാഡം ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യേയില്ല. അതെ, ഈ കുടം കമഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കാന്ന് പറയല്ലേ, ആ അതുപോലെയാ തന്റെ കാര്യം. എത്ര പറഞ്ഞു തന്നാലും അവസാനം തനിക്ക് പറയാൻ 2 or 3 വാചകങ്ങളുണ്ടാവും. ഞാൻ പത്മാമഠത്തിന്റെ ഒപ്പത്തില്ല, എനിക്കൊന്നിനും യോഗ്യതയില്ല, സാർ എത്ര ശ്രമിച്ചാലും എന്നെ ഒരു പടി പോലും മുകളിലേക്ക് കയറ്റാൻ പറ്റില്ല എന്നൊക്കെ. ഇതെന്തിനാ ഇങ്ങനെ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എടോ, ഈ സ്ത്രീകൾ കഷ്ടപ്പെടുന്ന അതേ അവസ്ഥയിൽ കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാ? ഈ ആറ്റിറ്റ്യൂഡ് തന്നെയാ. എന്നിട്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറയുകയും ചെയ്യും. സത്യത്തിൽ സ്ത്രീകൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിച്ച്, അതിപ്പോ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്താൻ ശ്രമിക്കണം. താൻ പറഞ്ഞതുപോലെ നാട്ടിലെ വേറെ സ്ത്രീകളുടെ കാര്യമൊന്നും തൽക്കാലം ഞാൻ ചിന്തിക്കുന്നില്ല. തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ഹൈറ്റിൽ ഞാൻ എത്തിച്ചിരിക്കും.